ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് എല്ല് കപ്പയും വേവിച്ചെടുക്കലാണ്. അതിന് കുറച്ച് എല്ല് 1 കിലോ എല്ല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 സവോള, ഇതിലേക്ക് മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തതാണ്. നല്ലപോലെ ചുവന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് കപ്പയാണ്. കപ്പ വേറെ തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ കപ്പയും ബീഫും വെന്തിരിക്കുന്നുണ്ട്. അതിലേക്ക് ലേശം തേങ്ങ വറുത്തരച്ചിടാം. ഇത് തേങ്ങ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി എല്ലാം എടുത്ത് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇടാം. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ വറുത്ത് അരച്ച് ഇത് നമ്മളെ കപ്പ ഇതിലേക്ക് ചേർക്കാം. തേങ്ങ റെഡി ആയിട്ടുണ്ട് വറുത്ത്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. നമ്മളെ കപ്പയും ബീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്. കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. അരവ് അരച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് അതിലുണ്ട്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം വെള്ളം വേണ്ട. ബീഫിനുള്ള വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം അധികം ചേർക്കണ്ട. കപ്പയും എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട്. നല്ല ഇനി എല്ലാം ഇളക്കിയെടുത്ത് കഴിച്ചെടുക്കും. കറിവേപ്പില കൂടി ഇടണം.